വർഷം 2013. എറണാകുളം ക്രൈംബ്രാഞ്ചിലെ SP ആയിരുന്ന KG സൈമണിന് ഒരു ഹൈക്കോടതി ഉത്തരവ് ലഭിച്ചു. 18 വർഷം മുമ്പ് കാണാതായ ഒരു 13-കാരനെ കണ്ടെത്തണം. മുപ്പത് വർഷം മുമ്പ് ഒരു വൈകുന്നേരം കോട്ടയം ചങ്ങനാശ്ശേരി മധുമൂലയിൽ ചതയദിന ഘോഷയാത്ര നടക്കുന്നു. ഘോഷയാത്ര കാണാൻ തടിച്ചുകൂടിയ ആളുകളുടെ ഇടയിൽ മധുമൂല ഉദയ സ്റ്റോഴ്സ് ഉടമ വിശ്വനാഥൻ ആചാര്യയുടെ മകൻ മഹാദേവനും ഉണ്ടായിരുന്നു. ഘോഷയാത്ര കഴിഞ്ഞ ആളുകൾ മടങ്ങി. പക്ഷെ മഹാദേവൻ മാത്രം വീട്ടിൽ തിരിച്ചെത്തിയില്ല. കുട്ടിക്കായി പോലീസും വീട്ടുകാരും മാസങ്ങളോളം തെരച്ചിൽ നടത്തി. പത്രത്തിൽ പരസ്യവും കൊടുത്തു. പക്ഷെ ഫലമുണ്ടായില്ല. ഇതിനിടയിൽ മഹാദേവൻ തങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്നും പണം നൽകിയാൽ വിട്ടുതരാമെന്നും പറഞ്ഞ ഫോൺ വിളികളെത്തി. തെളിവിനായി അവർ മഹാദേവന്റെ ചെരുപ്പ് വീട്ടുകാർക്ക് എത്തിച്ചും കൊടുത്തു. ചെരുപ്പ് കിട്ടിയതോടെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതാണെന്ന് ഉറപ്പിച്ചു. അങ്ങനെ കുട്ടിയെ വിട്ടുകിട്ടാൻ അവർ പറഞ്ഞ സ്ഥലത്ത് പണവുമായി ചെന്നു. പക്ഷെ ആരും വന്നില്ല. ഫോൺ വിളികൾ തുടർന്നു. അപ്പോൾ മകനോട് സംസാരിക്കണമെന്ന് വിശ്വനാഥൻ ആചാര്യ ആവശ്യപ്പെട്ടു. പക്ഷെ അവർ സമ്മതിച്ചില്ല. ഇതിനിടെ ഫോൺ വിളികൾ പോലീസ് നിരീക്ഷിക്കുന്നുണ്ടെന്ന വാർത്ത പരന്നതോടെ ഫോൺ വിളികളും നിലച്ചു. തുടർന്ന് ഭീഷണിക്കത്തുകളുടെ പ്രവാഹമായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അതും നിന്നു. മഹാദേവനെ കണ്ടെത്താൻ കഴിയാതെ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും മുട്ടുമടക്കി. കേസ് എഴുതിത്തള്ളാൻ കോടതിയിൽ അപേക്ഷയും നൽകി. പക്ഷെ അങ്ങനെ വിട്ടുകളയാൻ മഹാദേവന്റെ മാതാപിതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ നിയമ പോരാട്ടം തുടർന്നു. അങ്ങനെ 15 വർഷത്തിന് ശേഷം ഹൈക്കോടതി ഉത്തരവ് വന്നു. മഹാദേവൻ തിരോധാന കേസ് വീണ്ടും അന്വേഷിക്കണം. 2013 KG സൈമണിന്റെ നേതൃത്വത്തിൽ അന്വേഷണം വീണ്ടും ആരംഭിച്ചു. മഹാദേവൻ സ്വയം നാടുവിട്ടു പോകാനുള്ള സാധ്യതയാണ് അവർ ആദ്യം പരിശോധിച്ചത്. കാണാതാകുമ്പോൾ കുട്ടിയുടെ പക്കൽ 15 രൂപയാണ് ഉണ്ടായിരുന്നത്. വീട്ടിലെ കണ്ണിലുണ്ണിയായ മഹാദേവൻ 15 രൂപയും കൊണ്ട് നാടുവിട്ടു പോയി ബുദ്ധിമുട്ടി ജീവിക്കാനൊന്നും തയ്യാറാകില്ല. മാത്രമല്ല അന്ന് ഘോഷയാത്ര നടക്കുന്നത് കൊണ്ട് ബസ്സുകളും കുറവായിരുന്നു. ഇനി മഹാദേവൻ സ്വയം നാടുവിട്ടു പോയെങ്കിൽ തന്നെ ഇതിനകം തിരിച്ചു വന്നേനെ. അതുകൊണ്ട് തന്നെ കുട്ടി ആ പ്രദേശം വിട്ടു പോയിട്ടില്ലെന്ന് ഉറപ്പിച്ചു. അടുത്തത് ഭിക്ഷാടന മാഫിയ തട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയാണ്. പണം ആവശ്യപ്പെട്ട് ഫോൺ വിളിക്കുകയും കത്തുകൾ അയക്കുകയും ചെയ്തതോടെ സാമ്പത്തിക നേട്ടമാണ് പ്രതികൾക്കുള്ളതെന്ന് വ്യക്തമായി. മാത്രമല്ല വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പറും മേൽവിലാസവും അറിയുന്ന ആളുകളുമാണ് പ്രതികൾ. കാരണം കുട്ടിയെ കാണാതായ വാർത്ത പത്രത്തിൽ വരുന്നതിന് മുമ്പാണ് ഫോൺ വിളികളും കത്തുകളും എത്തിയത്. അതുകൊണ്ട് പ്രതികളും ആ പ്രദേശത്ത് തന്നെയുള്ളവരായിരിക്കുമെന്ന് ഉറപ്പിച്ചു. പോലീസ് അന്നേ ദിവസം മഹാദേവനെ കണ്ടവരുടെ മൊഴികൾ വീണ്ടും രേഖപ്പെടുത്തി. കുട്ടിയുടെ അച്ഛന്റെ കടയിലെ ജീവനക്കാരനാണ് അവനെ അവസാനമായി കണ്ടത്. അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിലേക്ക് കുട്ടി പോകുന്നത് കണ്ടുവെന്നാണ് അയാളുടെ മൊഴി. ആ വർക്ക്ഷോപ്പിനെ കുറിച്ച് അന്വേഷിച്ചു. വാഴപ്പള്ളി സ്വദേശിയായ ഉണ്ണി എന്ന ഹരികുമാറിൻ്റെതാണ് ഈ വർക്ക്ഷോപ്പ്. മഹാദേവനെ കാണാതായി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവന്റെ സൈക്കിളും താക്കോലും ഉണ്ണി കുട്ടിയുടെ വീട്ടിൽ ഏൽപ്പിച്ചിരുന്നു. സൈക്കിൾ കുട്ടി നന്നാക്കാനായി തന്നെ ഏൽപ്പിച്ചതാണെന്നാണ് ഉണ്ണി പറഞ്ഞത്. എന്നാൽ സൈക്കിളിന്റെ താക്കോൽ കുട്ടിയുടെ അച്ഛന്റെ കടയിൽ നിന്നും പിന്നീട് കണ്ടെടുത്തിരുന്നു. ഇതിൽ ഒരു പൊരുത്തക്കേട് തോന്നി. അന്വേഷണം ഉണ്ണിയിലേക്ക് കേന്ദ്രീകരിച്ചു. ഉണ്ണി കടയൊക്കെ അടച്ചുപൂട്ടി മറ്റു ജോലികൾ ചെയ്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. കൂട്ടുകാരുമൊത്ത് മദ്യപിക്കാൻ മാത്രമേ ആ കട തുറക്കാറുള്ളൂ. മഹാദേവന്റെ തിരോധാനത്തിൽ ഈ ഉണ്ണിക്ക് എന്തെങ്കിലും പങ്കുണ്ടാകുമോ? അതറിയാനുള്ള ഏക മാർഗം ആ മദ്യപാന സദസ്സാണ്. അതുകൊണ്ട് പോലീസുകാർ വേഷം മാറി ഉണ്ണിയുടെയും കൂട്ടുകാരുടെയും ഒപ്പം കൂടി അവർക്ക് മദ്യം വാങ്ങി നൽകി. മദ്യപിക്കുന്നതിനിടയിൽ ഉണ്ണിയോട് പോലീസുകാർ പല ചോദ്യങ്ങളും ചോദിക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉണ്ണി പറഞ്ഞു, 10-15 വർഷം മുമ്പ് തനിക്കൊരു കയ്യബദ്ധം പറ്റിയെന്ന്, അതിൽ തനിക്ക് ഒരുപാട് സങ്കടവും ഉണ്ടെന്ന്. എന്താണ് 15 വർഷം മുമ്പ് ഉണ്ണിക്ക് പറ്റിയ ആ കയ്യബദ്ധം? അതറിയാൻ പോലീസ് തന്ത്രപരമായ ഒരു നീക്കം നടത്തി. ഉണ്ണിയുടെ മദ്യപാന സദസ്സിലെ 6 പേരെ കസ്റ്റഡിയിലെടുത്തു. അവരിൽ 4 പേരെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. തുടർന്ന് ഉണ്ണിയെയും മറ്റൊരാളെയും എറണാകുളം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് അയാളെയും വെറുതെ വിട്ടു. മറ്റുള്ളവരെ വെറുതെ വിട്ടിട്ടും തന്നെ വിടാതായതോടെ ഉണ്ണി പതറി. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 15 വർഷം മുമ്പ് പറ്റിയ ആ കയ്യബദ്ധം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉണ്ണി പറഞ്ഞു, കോനാരി സലിയെ കൊന്നത് ഞാനാണ് സാറേ. കോനാരി സലി അതാരെന്ന് പോലീസുകാർക്കും മനസ്സിലായില്ല. എങ്കിലും അക്കാര്യം പുറത്തു കാണിക്കാതെ അവർ പറഞ്ഞു, അതൊക്കെ ഞങ്ങൾക്കറിയാം, നീ മഹാദേവനെ കുറിച്ച് പറ. അങ്ങനെ ഉണ്ണി പറഞ്ഞു തുടങ്ങി മഹാദേവനെ കൊന്ന കഥ.
അന്ന് സൈക്കിൾ നന്നാക്കിയതിന്റെ പണം നൽകാൻ കടയിലെത്തിയ മഹാദേവനെ അവന്റെ കഴുത്തിലുണ്ടായിരുന്ന 1.5 പവന്റെ മാല കൈക്കലാക്കാൻ ഉണ്ണി കടന്നു പിടിച്ചു. കുട്ടി എതിർത്തതോടെ കടയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോയി കഴുത്ത് ഞെരിച്ചു കൊന്നു. തുടർന്ന് സുഹൃത്ത് കോനാരി സലി, ഭാര്യ സഹോദരൻ പ്രമോദ് എന്നിവരുടെ സഹായത്തോടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയി മറിയപ്പള്ളി മുട്ടത്തെ പാറക്കുളത്തിൽ തള്ളി. പിന്നീട് കോനാരി സലി കൊലപാതകത്തിന്റെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഉണ്ണിയിൽ നിന്നും പണം വാങ്ങാൻ തുടങ്ങി. ശല്യം സഹിക്കുവയ്യാതായപ്പോൾ ഒരു ദിവസം രാത്രി ഉണ്ണി സലിമോനെ സൈക്കിൾ കടയിലേക്ക് വിളിച്ചു വരുത്തി മദ്യത്തിൽ സൈനൈഡ് കലർത്തി കൊന്നു. എന്നിട്ട് മഹാദേവന്റെ മൃതദേഹം കെട്ടിത്താഴ്ത്തിയ അതേ പാറക്കുളത്തിൽ തന്നെ മൃതദേഹം തള്ളി. പാറക്കുളത്തിലെ വെള്ളം വറ്റിച്ച് ഒരാഴ്ച നടത്തിയ തെരച്ചിലിനൊടുവിൽ മഹാദേവന്റെ തലയോട്ടിയും സലിയുടെ താടിയെല്ലിന്റെ ഭാഗങ്ങളും കണ്ടെടുത്തു. 2 കൊലപാതകങ്ങളിലും സഹായിയായിരുന്ന പ്രമോദിനെ പിന്നീട് വീട്ടിനുള്ളിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഈ മരണത്തിലെ ദുരൂഹതയെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചില്ല. വിചാരണ വേളയിൽ ജാമ്യത്തിലിറങ്ങിയ ഉണ്ണിയെ പിന്നീട് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. കാടുപിടിച്ച പാറക്കുളത്തിൽ 19 വർഷം മറഞ്ഞു കിടന്ന സത്യം അത് കണ്ടെത്തുന്നതിൽ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും പരാജയപ്പെട്ടു. ഒടുവിൽ ഇരട്ട കൊലപാതകത്തിന്റെ ചുരുളടിയുമ്പോൾ യഥാർത്ഥത്തിൽ ജയിച്ചത് മകനെ കണ്ടെത്താതെ പിന്മാറില്ലെന്ന് ഉറപ്പിച്ച് പോരാടി ഒടുവിൽ ഹൃദയം നൊന്തു മരിച്ച ആ മാതാപിതാക്കൾ തന്നെയാണ്.